ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല നാടൻ ബീഫ് കറി ഉണ്ടാക്കാം. നമുക്ക് നാടൻ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഫസ്റ്റ് നമുക്ക് നല്ല വൃത്തിയായി കഴുകിയ ബീഫ് ചട്ടിയിലോട്ടിടാം. ആവശ്യത്തിനുള്ള ഒനിയൻ, കറിവേപ്പില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ: മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, പെപ്പർ പൗഡർ, മീറ്റ് മസാല പൗഡർ, ഗ്രൈൻഡർ പൗഡർ, മുളക് പൊടി, ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതും കൂടി ഇട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഇതിൻ്റെ കുക്കിങ്ങിലോട്ട് കടക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ കുക്ക് ചെയ്യാം. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, ഇതുപോലെ തന്നെ ഉള്ളത്. അപ്പം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ബീഫ് കറി നമുക്കൊരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ബീഫിൽ നിന്ന് തന്നെ. ബീഫ് കുറച്ചുകൂടി വേവാനുണ്ട്. അപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ചട്ടിയിലായതുകൊണ്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. നല്ല നാടൻ ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ബീഫെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയുള്ളി താളിച്ചിട്ട് ഒഴിക്കാം. ഇനി തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ നല്ല നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്.